തെരഞ്ഞെടുപ്പ് അടുത്തു വന്നതിനാൽ KPCC അധ്യക്ഷ പദവി സണ്ണി ജോസഫിൽ നിന്നും മാറ്റി നൽകാനാണ് ഇപ്പോൾ സാധ്യതയേറിയിരിക്കുന്നത്. മുതിർന്ന നേതാവ് ബന്നി ബഹനാന് നൽകാനാണ് സാധ്യതയുള്ളത്. കൊടിക്കുന്നിൽ സുരേഷ് MPയുടെയും ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ പേരുണ്ടായിരുന്നെങ്കിലും അവസാനം അത് ബന്നി ബഹനാനിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് പേരാവൂരിൽ സ്ഥാനാർത്ഥിയാണ്. എതിരാളി KK ശൈലജ ടീച്ചർ ആയതുകൊണ്ട് തന്നെ അവർ ഉയർത്തുന്ന വെല്ലുവിളി കണക്കിലെടുത്ത് സണ്ണി ജോസഫിന് ആ മണ്ഡലത്തിന് പുറത്തേക്ക് പോകാനുള്ള സമയം ഒരുപക്ഷെ ലഭിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പ്രചരണത്തിന് നേതൃത്വം നൽകാനുള്ള ചുമതല കൂടി കണക്കിലെടുത്ത് KPCC അധ്യക്ഷൻ പുതിയൊരാൾ വരാൻ സാധ്യതയേറുമ്പോൾ അതിന് തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെയും ആഗ്രഹം. അതുപ്രകാരം ബന്നി ബഹനാന് സാധ്യതയേറിയെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് അവസാന നിമിഷം വരെ കേട്ടിരുന്നുവെങ്കിലും അത് മാറി. മറ്റൊന്ന് ഷാഫി പറമ്പിലിൻ്റെ പേരായിരുന്നു. അതായത് നിലവിലെ KPCCയിൽ ആദ്യ സ്ഥാനം പ്രസിഡന്റിനാണ്. അദ്ദേഹം MLA ആണ്, പുതിയ MLA ആയി മത്സരിക്കുകയാണ്. അതിനുശേഷം വരുന്നത് 3 വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. അതിൽ AP അനിൽകുമാറും PC വിഷ്ണുനാഥും ഇപ്പോൾ MLA മാരാണ്. അവർക്കും മത്സരിക്കാനുണ്ട്. അതുകൊണ്ട് മണ്ഡലം വിട്ടുപോകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഷാഫി പറമ്പിലിൻ്റെ പേരായിരിക്കും KPCCയുടെ താൽക്കാലിക പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് എന്ന് കരുതി പ്രവർത്തകർ വലിയ ആവേശത്തിലായിരുന്നു. പക്ഷേ ഷാഫി പറമ്പിലിന് അധ്യക്ഷൻ്റെ ചുമതല കൊടുത്താൽ കോൺഗ്രസ് തന്നെ ഉണ്ടാവില്ല എന്നുള്ള ചില കണ്ടെത്തലുകൾ ചില ഭാഗത്ത് നിന്ന് വന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈകാര്യം ചെയ്ത വിഷയം പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെയും പക്വതയില്ലാത്ത തരത്തിൽ കൈകാര്യം ചെയ്താൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പാളുമെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. വലിയൊരു പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള രീതി ശരിയല്ല എന്നുള്ള വിമർശനം ഷാഫിയുടെ മേൽ ഉയർന്നു വന്നു. മാത്രമല്ല സീറ്റ് നൽകുന്നതിലും അത് കണ്ടു. എട്ടും പൊട്ടും തിരിയാത്ത ഒരുപാട് നേതാക്കളുടെ പേരാണ് ഷാഫിയുടെ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിമർശനം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ ഏറ്റവും വലിയൊരു വിഡ്ഢിത്തമായി കാണുന്നത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. അതിലാണ് ഷാഫി പറമ്പിലും VD സതീശനും വരെ ഇപ്പോൾ എതിർചേരിയിലായി മാറിയത്. അത് ഷാഫിയിലേക്കും പടരാതിരിക്കാനാണ് മാങ്കൂട്ടം MLAയെ അതിവേഗം തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. ചില രഹസ്യങ്ങൾ ഷാഫിക്കും അറിയാമെന്നും അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തു വന്നാൽ പൂർണ്ണമായും പാർട്ടിയും മുന്നണിയും പ്രതിരോധത്തിലാകുമെന്നുകൂടി കരുതിയാണ് ഷാഫി പറമ്പിലിന് ഇപ്പോൾ KPCC അധ്യക്ഷൻ്റെ ചുമതല നൽകാതെ മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല പാലക്കാട്ടെ വിഷയം ഇപ്പോൾ പുകയുകയാണ്. അതായത് ഷാഫി പറമ്പിലും ശ്രീകണ്ഠനും മാങ്കൂട്ടം MLAയും ഒക്കെ കൂടുന്ന ഒരു സംഘം തന്നെയാണ് പാലക്കാട്ട് PK ശശിയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നും വാർത്തകൾ വന്നതോടെ ഒരു സ്ത്രീ പീഡകനെ സ്ഥാനാർത്ഥിയാക്കാൻ കൂട്ടുനിൽക്കുന്ന ഇവർ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അങ്ങനെ ഒരു കോളേജ് രാഷ്ട്രീയത്തിൻ്റെ മാത്രം പക്വതയിൽ ഈ കാമകേളികൾക്ക് സഹായം നൽകുന്ന ഒരു രീതി അത് അവസാനിപ്പിക്കണമെന്ന താക്കീതും ഷാഫിക്ക് പ്രവർത്തകരും നേതൃത്വവും നൽകുകയാണ്. അങ്ങനെ സ്ത്രീ പീഡകർക്കും സിനിമാ നടന്മാർക്കുമെല്ലാം സീറ്റ് നൽകിക്കൊണ്ട് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ നോക്കിയപ്പോൾ എല്ലാം ത്യജിച്ചുകൊണ്ട് കൂടെ വന്ന സന്ദീപ് വാര്യരെ ഒതുക്കി എന്നുള്ളൊരു നീരസവും ഷാഫി പറമ്പിലിനെതിരെ ഇപ്പോൾ പുകയുകയാണ്. സന്ദീപ് വാര്യർക്ക് നൽകിയ തൃക്കരിപ്പൂർ സീറ്റ് എന്ന് പറയുന്നത് CPMൻ്റെ കുത്തകയാണ്. പഴയ തൃക്കരിപ്പൂരിൽ EMS നമ്പൂതിരിപ്പാടും ഇപ്പോഴത്തെ തൃക്കരിപ്പൂരിൽ EK നായനാരും O ഭരതനും ഒക്കെ മത്സരിച്ച് വിജയിച്ചതാണ്. അത്രയ്ക്കും ശക്തമായൊരു ഇടതുകോട്ടയായ തൃക്കരിപ്പൂരിലേക്ക് അതിൻ്റെ അതിർത്തി പോലും അറിയാത്ത സന്ദീപ് വാര്യരെ പറഞ്ഞയച്ച് അതോടെ ആ വാര്യരെ ഒതുക്കാനുള്ള പരിപാടിയായിരുന്നു എന്നാണിപ്പോൾ പുറത്തു വരുന്ന വിവരവും. അതാണ് പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഷാഫിക്കെതിരെയുള്ള ഒരു വികാരമായി മാറുകയാണ്. ഏതായാലും ഷാഫി പറമ്പിലിൻ്റെ കയ്യിൽ കൂടുതൽ അധികാരങ്ങൾ നൽകുന്നത് അപകടം എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം KPCC അധ്യക്ഷ സ്ഥാനം ബന്നി ബഹനാന് നൽകാനാണ് ആലോചിക്കുന്നത്.